അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ മാറ്റി വെച്ചതാണ് ഈ ഒരു ചെടികൾ ഫുള്ള് കേട്ടോ. നമ്മൾ ഫുള്ള് ബോഗൺവില്ലകളും എല്ലാ ചെടികളും നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ബോഗൺവില്ല അതുപോലെ തന്നെ മറ്റ് ചെടികളൊക്കെ നമ്മൾ ഈ ഒരു ലൈനിക്ക് ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മാറ്റി എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ മറിയുമ്പോൾ നമ്മൾ ഈ വലിയ ചെടികളൊക്കെ ഈ കുളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ. നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുകയാണ്. ചിലപ്പോൾ അത് മാറിയിട്ടില്ലെങ്കിൽ ഈ കുളത്തിനൊരു മറവ് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ വലിയ ചെടികളൊക്കെ ഇവിടുന്ന് മാറ്റേണ്ടതുണ്ട് കേട്ടോ. ഈ ബോഗൺവില്ല കുറച്ച് വലിപ്പം കൂടുതലുള്ളത് ചെറിയ ഉയരമില്ലാത്ത ചെടികളൊക്കെ നമ്മളിങ്ങോട്ട് ഇതുപോലെയുള്ള ചെറിയ ചെടികളൊക്കെ നമ്മളിങ്ങോട്ട് മാറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു കുളത്തിന് വലിയൊരു മറവായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ ചെടികളൊക്കെ. അപ്പോൾ അത് നമ്മളിവിടുന്ന് മാറ്റണം. പിന്നെ ഇവിടെ ചീരകളുണ്ട്. പിന്നെ ഇന്ന് ഇതിന് ധാരാളം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വാട്ടർ പോപ്പി വാട്ടർ ലില്ലി വാട്ടർ പോപ്പി എന്താ അറിയില്ല, അത് ധാരാളം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്ര കൂടുതൽ പൂക്കൾ ആദ്യമായിട്ടാണ് വിരിയണത് കേട്ടോ. ഇതിന് ഒക്കെ മഞ്ഞ പൂക്കളാണ് ഇതുള്ളത്. കുറച്ചധികം വലിപ്പം ആദ്യത്തെ കാട്ടിലും കുറച്ചുകൂടി വലിപ്പം ഉണ്ട് കേട്ടോ. അത് ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളം ഒക്കെ കുറവായതുകൊണ്ടും നമ്മളിതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ വളം ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി വലുതായിരുന്നു. ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. സമയമാവണുള്ളൂ. ഒരു 10 മണിയാകുമ്പോഴത്തേന് ഇത് ഫുള്ള് വിരിയും. പിന്നെ അതുപോലെ തന്നെ ഈ കുളത്തിൽ 2 ആമ്പലാണ് ഇന്ന് വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ആമ്പൽ ഈ ഒന്ന് വിരിയുമ്പോൾ ഒരു മുട്ട അതിലുണ്ടാവണുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് ഇതാവുന്നത്. ആമ്പൽ പെട്ടെന്ന് പൂവിടുന്നൊരു ചെടിയാണിത്. ഇത് നല്ല വലുതായത് നമ്മൾ വെച്ചൊരു ചെറിയൊരു തൈ വെച്ചതാണ്. അത് പെട്ടെന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വേരുകൾ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിതിൽ ഒരു 1-2 ചെടിയും കൂടിയും വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കളറ് വേറെയുള്ളൊരു റെഡ് കളറാണ് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്കത് വെക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ റെഡ് പ്ലാന്റൊക്കെ ഭംഗിയായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇനി അത് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് പറിച്ച് പിരിച്ചിങ്ങനെ ഈ ഭാഗം ഇങ്ങനെയാണ് ഫില്ലാക്കണമെന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കുളത്തിൻ്റെ ഈ ഭാഗം ഏകദേശം ഫില്ലാവും, റൗണ്ട് ഷേപ്പിലാവുന്നത്. ഈ കുളത്തിലൊന്ന് 3 പൂവാണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പൂ തന്നെ 3 ദിവസം നിൽക്കുന്നുണ്ട്, 3-4 ദിവസമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴയ പൂക്കൾ ഇതിങ്ങനെ വെള്ളത്തിൽ എങ്ങനെയുണ്ട് മുങ്ങിയിട്ട് പോവുക ചെയ്യണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നല്ല കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. അപ്പോൾ നല്ല പൂക്കളായിട്ടാണിത്. ഒരു നീല ഷെയ്ഡാണ് കേട്ടോ. വലിയ നീലല്ല, ഒരു വെള്ള. ഫസ്റ്റ് വിരിയുമ്പോൾ നല്ല നീലയാണ്, പിന്നെ അത് വെള്ള കളർക്ക് മാറുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഉണ്ട് കേട്ടോ. അന്ന് വിളവെടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ്. ഇവിടെ ഈ ഭാഗത്ത് കുക്കുംബർ ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ കുക്കുംബർ കുറച്ച് നമ്മൾ ഒന്ന് വിത്തിന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വിത്തിന് നിർത്തിയതല്ല, അതങ്ങനെ കാണാതെ നിന്നതാണ് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല ഇത് കക്കിരിയാണ് കേട്ടോ. കുക്കുംബർ വേറെ പേരൊന്നും അറിയില്ല. ഇത് കക്കിരിക്കാണിത്. അതായത് നമ്മൾ കണ്ടില്ലേ, നമ്മൾ വിളവെടുക്കുകയാണ് കേട്ടോ. ഈ ഭാഗം ഉൾഭാഗത്താണത്. അത് പറിക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെയൊക്കെ അടിയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് പറിച്ചിട്ട് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. ക്യാമറ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഇത് പറിക്കുന്നത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഉള്ളതും കൂടിയും പറിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇത് 3 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയും കൂടി പറിക്കാം. അപ്പോൾ ഈ ഒരു പാത്രം നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുക്കുംബർ കേട്ടോ.
കുക്കുംബർ പെട്ടെന്ന് ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ. നമുക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിളവെടുപ്പ് നടത്താം കേട്ടോ. നല്ലോണം കായ്ക്കുന്നുണ്ട്, നല്ല നിറയെ ഇത് ഇടതൂർന്ന് കായ്ക്കണ ഇതാണ് ഈ കുക്കുംബർ. നമുക്ക് വലിയൊരു നോട്ടം അങ്ങനെ ഇതൊന്നും വേണ്ട, വലിയൊരു വളം ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. നമ്മളെ അടുത്ത് വീട്ടിലുള്ള വളങ്ങൾ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇംഗ്ലീഷ് വളമൊന്നും തൊടിയിക്കുക ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പച്ച തിന്നണതുകൊണ്ട് നമ്മൾ ഒരു വളവും ചെയ്യരുത്. അപ്പോൾ ഇത് കണ്ടില്ല, നമുക്ക് ഏകദേശം ഒരു 1.5 കിലോൻ്റെ മേലെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോഗൺവില്ല നമ്മൾ ഇന്നലെ അവിടെ നിന്ന് പറിച്ച് അതിൻ്റെ വേര് ഇത് കണ്ടില്ലേ, ഇവിടെ അതിൻ്റെ വേര് അടിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളത് പൊട്ടിച്ചെടുത്താണ് അത് അവിടെ നിന്ന്. ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ അടിയിലേക്കാണ് ഇത് പോയിരുന്നത്. നമ്മളത് പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഒരു കുറഞ്ഞൊരു വാട്ടം അങ്ങനെ വരുന്നുണ്ട്. വെള്ളം നമ്മൾ ഇവിടെ തന്നെ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇടയ്ക്കൊന്നിങ്ങനെ നനച്ച് കൊടുക്കും. അപ്പോൾ വലിയൊരു ക്ഷീണമില്ലാതെ അങ്ങനെ ഉണക്കമൊന്നും പറ്റാതെ അങ്ങനെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുക്കുംബർ പറിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇത് നമ്മൾ രാസവളം ഒന്നും ഇതാക്കാണ്ട് കേട്ടോ. നമ്മളിത് കണ്ടില്ല, ഇത് പുഴുക്കേട് വന്നിട്ടുണ്ട്. നിറയെ പുഴുക്കളാണ് ഇത് ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത്. അപ്പോൾ നമ്മൾ ഈ രാസവളമോ അങ്ങനെ കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പുഴു നിറഞ്ഞ് കേടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ പുഴുക്കളെ നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ നമ്മൾ വളം ചെയ്യണേക്ക് ഇട്ടാൽ അത് ഞങ്ങളങ്ങനെ നശിച്ച് പോയിക്കോളും. അപ്പോൾ നമ്മൾ ഈ വളം ചെയ്യണ ആ ഒരു ടാങ്കിൽ കൊണ്ടുപോയിട്ടാണ്. പിന്നെ ഒന്ന് പറിക്കാനുള്ളത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത് പറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നേ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ ചെറുതാണ് അത്. ഇവിടെയൊക്കെ ചെറുതുകളുണ്ട്, അതിനൊക്കെ കേട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട് ഒഴിവാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ കേട് വരണമൊക്കെ നമ്മൾ ആദ്യം പറിച്ചെടുക്കുക. ഇതിനൊന്നും കേടില്ല. അപ്പോൾ കുറഞ്ഞൊരു കേട് വരുന്നുണ്ട്, നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെമ്പരത്തി ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ചെമ്പരത്തി അതുപോലെ തന്നെ ഇലച്ചെടികളാണ്. നമ്മൾ ഈ വെയിൽ കൊള്ളുന്നിടത്തേക്കൊക്കെ ഇലച്ചെടികൾ മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റ് വെയിൽ കൊള്ളാത്തടത്തേക്ക് കുറച്ച് വെയിൽ ഇഷ്ടപ്പെടാത്ത ചെടികളൊക്കെ വെയിലില്ലാത്ത ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ വെയിലിന് പ്രശ്നമില്ലാത്ത ചെടികൾ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ സൈഡിലുള്ളത്